നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 46. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായമാണ് പറയേണ്ടത്. അതായത് മാഹാത്മ്യത്തിൽ അവസാനത്തെ അധ്യായം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം നമ്പർ 90 പറയുണ്ടായി. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സഹൃദേ വിദഹേദഘൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാപഹേ നിത്യം സുപാഠാത് പുനർഭവം ച സുപാഠാത് പുനർഭവം ച. ശ്രാദ്ധ ദിവസങ്ങളിൽ, അതേമാതിരി വിശേഷ ദിവസങ്ങളിൽ, പിറന്നാൾ ദിവസങ്ങളിൽ, വിവാഹ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗവത മാഹാത്മ്യം വായിച്ചാൽ തന്നെ പുനർഭവം സംഭവിക്കില്ല എന്നാണ്. ജനിക്കില്ല. ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായം. കുമാരാഊജുഹു, അതായത് സനൽകുമാരാദികൾ നാരദരോട് പറയണു. അധ തേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായേർവസുഭിശ്ചൈവ പ്രായഃ സാധ്യോ വിധിസ്മൃതാ. അധ തേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായേർവസുഭിശ്ചൈവ പ്രായഃ സാധ്യോ വിധിസ്മൃതാ. എന്താ അതിന് അർത്ഥം പറയാം? കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് 5-ാം അധ്യായത്തിൽ സപ്താഹയജ്ഞത്താൽ ദുന്ദുകാരിക്ക് പ്രേതഭാവത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് പറയുണ്ടായി. ഏതു വിധമാണ് സപ്താഹയജ്ഞം നടത്തേണ്ടതെന്ന് കാണിപ്പാൻ 6-ാം അധ്യായം ആരംഭിക്കുന്നു. ശ്രദ്ധിക്കണം. സപ്താഹം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കണം. ഇത് കമ്മിറ്റിക്കാർക്കും ഇത് വായിക്കാണ്ട് മനസ്സിലാക്കാതെ കൊണ്ട് സപ്താഹം നടത്തുന്നവർക്കൊക്കെ ബാധകമാണ്. ശ്രോതാക്കൾക്കും മനസ്സിലാക്കണം എന്താണ് ഇതെന്നുള്ളത്. അപ്പോൾ പറയണു, ഏത് വിധമാണ് സപ്താഹയജ്ഞം നടത്തേണ്ടതെന്ന് കാണിപ്പാൻ 6-ാം അധ്യായം ആരംഭിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രമാണം ആദ്യം പറയുന്നുണ്ട്. സംവിധാനാത് ഫലം പൂർണ്ണം തദ്ധീനേതു തൽപതാം അംഗാംഗി ഭാവസംബന്ധോ അനയോരധ്യായയോ സ്ഫുടം. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. സംവിധാനാത് ഫലം പൂർണ്ണം തദ്ധീനേതു തൽപത അംഗാംഗി ഭാവസംബന്ധോ അനയോരധ്യായയോ സ്ഫുടം. ഏതൊരു കർമ്മവും വിധിപ്രകാരം നടത്തിയാൽ പൂർണ്ണഫലം ലഭിക്കും. അപ്പോൾ ബഹുജനങ്ങളെ, അല്ലേ, ശ്രോതാക്കളെ ഈ 6 അധ്യായം പറഞ്ഞ് മനസ്സിലാക്കാതെ കണ്ട് സപ്താഹം നടത്തിയാൽ പൂർണ്ണ ഫലം കിട്ടില്ല എന്ന് ഭാഗവതം പറയണു. അത് എത്ര ആൾക്കാർ മനസ്സിലാക്കി? ബഹുഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല 99.99% ആചാര്യന്മാർ ഈ 6 അധ്യായം വായിക്കാറില്ല. അതാണ് സത്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ മായയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ആരെയും കുറ്റം ആരോപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതൊരു കർമ്മവും വിധിപ്രകാരം നടത്തിയാൽ പൂർണ്ണ ഫലം ലഭിക്കും. വിധിയിൽ ന്യൂനത വരുത്തിയാൽ
ഫലത്തിലും ന്യൂനത കാണപ്പെടും. വിധിയിൽ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഫലത്തിൽ ന്യൂനത ഉണ്ടാവും. എന്ന ന്യായപ്രകാരം സപ്താഹയജ്ഞത്തിൻ്റെ ശരിയായ വിധി അറിയേണ്ടതാകയാൽ അതിനെ പ്രതിപാദിക്കുന്ന ഈ അധ്യായത്തിന് കഴിഞ്ഞ അധ്യായത്തിനും തമ്മിൽ അംഗാഭിവാസ സംബന്ധമുണ്ടെന്ന് ധരിക്കണം. അതായത് കണക്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതതിൻ്റെ പ്രാരംഭമായിട്ടേ പറഞ്ഞുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കുമാരന്മാർ പറയണു, ഇനിമേൽ സപ്താഹ ശ്രവണത്തിൽ ദീക്ഷിക്കേണ്ടതായ വിധിയെ അങ്ങയോട് പറയാം. ദീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അനുവർത്തിക്കുക. 8 വിധം സഹായങ്ങൾ ലഭിച്ചാൽ പ്രായേണ ഈ യജ്ഞം വിധിപ്രകാരം സാധിക്കാം എന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു. എത്ര? 8 വിധം സഹായങ്ങൾ ഉണ്ടാവണം. അതേതൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോണത്. 2-ാമത്തെ ശ്ലോകം. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നതാം വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നതാം വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. എന്താ അതിനർത്ഥം? ജ്യോതിശാസ്ത്രം നന്നായി അറിയാവുന്ന, ഈ ടീപ്പോയുടെ അടിയിൽ വെച്ച് പറഞ്ഞതല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാർ ബോംബെയിലൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ മഹാന്മാരായിട്ടുണ്ട് കാശിൽ. ജ്യോതിശാസ്ത്രം നന്നായി അറിയുന്ന ആളെ വിധിപ്രകാരം വിളിച്ച്, എന്താ വിധിപ്രകാരം വിളിക്കുന്നത്? അതിന് ചില സമയനിഷ്ഠകളും പൂവുമ്പോൾ കയ്യിൽ കരുതേണ്ട ചിലതൊക്കെ ഉണ്ട്. അതായത് പഴം, നാളികേരം, അടയ്ക്ക, വെറ്റില ഒക്കെ ആയിട്ട് വേണം പോയി ദൈവജ്ഞനെ അറിയിക്കണം നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. അതാണ് വിധിപ്രകാരം വിളിച്ച് എന്നൊരു ഇതുണ്ട് ഇവിടെ. വിളിച്ചു വരുത്തിയ ശേഷം കഥാരംഭത്തിന് സമുചിതമായ ദേശകാല അവസ്ഥാവിശേഷങ്ങളെയും മുഹൂർത്തത്തെയും പൂർവപക്ഷം ചെയ്ത് സിദ്ധാന്തരൂപേണ നിശ്ചയിക്കണം. വിവാഹം നടത്തുന്നതിൽ മനസ്സിന് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ വിധം സന്തോഷം ഉണ്ടാവണം. അവനവൻ്റെ മകളെ വിവാഹത്തിൽ, തൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന വിവാഹത്തിൽ, ഇപ്പം അങ്ങനെ പണ്ടത്തെ കാലം അങ്ങനെയായിരുന്നു. അപ്പോൾ എത്രത്തോളം ഔത്സുക്യം ഉണ്ടാവും, അത്രയും സന്തോഷം ആർക്കുണ്ടാവണം? ഭാഗവതം സപ്താഹം നടത്തുന്ന കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവണം. ഇതിന്ന് എത്ര മൂലധനം സമാഹരിക്കാം എന്നുള്ള ചിന്ത ഉണ്ടാവരുത്. ഇനി 3-ാമത്തെ ശ്ലോകം. നഭസ്യ അശ്വിനോർജൂച മാർഗശീർഷസുജിർനഭാഃ ഏതേ മാസാ കഥാരംഭേ ശ്രോതൃണാം മോക്ഷസൂചകാഃ. നഭസ്യ അശ്വിനോർജൂച മാർഗശീർഷസുജിർനഭാഃ ഏതോ മാസാ കഥാരംഭേ ശ്രോതൃണാം മോക്ഷസൂചകാഃ. എന്താ അതിനർത്ഥം? ശുഭദിവസങ്ങളെ അറിയുവാൻ പ്രയാസമെന്നുള്ള അഭിപ്രായത്താൽ വ്യാസമുനി തന്നെ പറയുന്നു. ഇനി ദേവജ്ഞന്മാരെ വിളിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, തർക്കമൊന്നുമില്ല. ഇവിടെ വേദവ്യാസരന് ശുഭദിവസങ്ങളെ പറയുന്നുണ്ട്. എന്താ അത്? നഭസ്യം എന്ന് പറഞ്ഞാൽ കന്നിമാസം, തുലാമാസം, കാർത്തിക മാസം, വൃശ്ചിക മാസം. കന്നിമാസം, തുലാമാസം, പിന്നെ അതെ, തുലാമാസം, കാർത്തിക മാസം, വൃശ്ചികം, ധനുമാസം, കർക്കിടമാസം, ചിങ്ങമാസം എന്നീ മാസങ്ങൾ കഥാരംഭത്തിന് യോഗ്യങ്ങളും ശ്രോതാക്കന്മാർക്ക് മുക്തിയെ നൽകുന്നവയാകുന്നു. അപ്പം എന്തായി? മറ്റുള്ള മാസങ്ങൾ അത്ര പോരാനായി. പിന്നെ ആ മാസങ്ങൾ നടക്കണില്ലേ? അപ്പോൾ അതിന് ഫലം കമ്മിയാണെന്നർത്ഥം. എത്രയോ ആൾക്കാരിൽ നിന്ന് പൈസ സംഭരിച്ച് നമ്മൾ ചെയ്യണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു കന്നിമാസം, തുലാമാസം, കാർത്തിക മാസം, അതായത് വൃശ്ചിക മാസം എന്നർത്ഥം. ഈ കാർത്തിക മാസത്തിനാണ്
വൃശ്ചിക മാസം, പിന്നെ ധനുമാസം, പിന്നെ കർക്കിടം, പിന്നെ ചിങ്ങമാസം. അപ്പോൾ ചിങ്ങം കന്നി അങ്ങനെ പറയാം. ചിങ്ങം കന്നി, തുലാം, വൃശ്ചികം, ധനു, കർക്കിടകം, അങ്ങനെ 6 മാസം. ബാക്കി 6 മാസം ഒഴിവാക്കണം എന്നാ. അപ്പോൾ എന്നീ മാസങ്ങൾ കഥാരംഭത്തിന് യോഗ്യങ്ങളും ശ്രോതാക്കന്മാർക്ക് മുക്തിയെ നൽകുന്നവയുമാകുന്നു. അപ്പോൾ ചൊവ്വാഴ്ച, ശനിയാഴ്ച ഈ 2 വാരങ്ങൾ ആരംഭിക്കുവാൻ നന്നല്ല. സപ്താഹം തുടങ്ങാൻ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഈ 2 ആഴ്ചകൾ ആരംഭിക്കാൻ നന്നല്ല. നക്ഷത്രങ്ങളാകട്ടെ സ്ഥിരങ്ങളും മൃദുക്കളുമായിരിക്കണം. അന്ന് വരുന്ന നക്ഷത്രങ്ങൾ സ്ഥിരനക്ഷത്രങ്ങളും മൃദുക്കളുമായിരിക്കണം. ശുഭയോഗമുള്ള തിഥി, ലഗ്നം എന്നിവയിൽ കഥാരംഭം ശ്രേഷ്ഠമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണത് എന്ന് ചോദിച്ചാൽ, കന്നി, വൃശ്ചികം, ധനു, കുംഭം ഈ 4 മാസങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണം മഹൽ ഫലത്തെ നൽകുന്നു. അതായത് കന്നി, വൃശ്ചികം, ധനു, കുംഭം. വേറൊരു സ്ഥലത്ത് ആദ്യം പറഞ്ഞാൽ കുംഭം പറഞ്ഞിട്ടില്ല, പ്രത്യേകം ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ പറയണത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മോഹയുക്തം തു ബ്രഹ്മാണാം മാസേ നഭസ്യ സംജ്ഞിതേ ശുദ്ധപക്ഷേ ശുഭേ വാരേ ഹ്യുവാച ഭഗവാൻ ഹരിം യുക്തം ശ്ലോകൈ ചതുർഭിശ്ച സർവദാ മുക്തിദായകം നവമീ ദിനമാരഭ്യ പൂർണ്ണമാസി യഥാ ഭവേത് വൈഷ്ണവൈ സഹ ഭോ വിപ്രാ ശ്രോതവ്യം കാമദം ശുഭം ശ്രുത്വാ ഹരിമുഖാംഭോജാത് ബ്രഹ്മമോഹദ്വിമുക്തവാൻ അതോ മാസേ നഭസ്യേ ച ശ്രോതവ്യം ച നരൈ സദാ കാർത്തികേ നാരദോ വ്യാസം കഥാമേതാം ജഗാദഃ തസ്മാത്തു കാർത്തികേ മാസേ സപ്താഹശ്രവണം മതം ശ്രീശുകം പാടയാമാസേ സമാർഗ ശീർഷകേ അത സപ്താഹശ്രവണം മാർഗശീർഷേ ശുഭം മതം ഏകദാതു മുനിർധീരോ ഗംഗാധീരമുപേയുവാൻ വിഷ്ണുരാധേന സംപൃഷ്ടോ മഹാഭാഗവതോ മുനി മാഘമാസേ സിതേ പക്ഷേ നവമി ഗുരുവാസരേ പ്രാരംഭത് പ്രഥമസ്കന്ധാത് വൈകുണ്ഠപദമാപസ മാഘമാസോതി ധന്യോ അയം സപ്താഹശ്രവണേ മതം. കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു അവതാരിക പറയണ്ടായി. അതെന്താ അങ്ങനെ പറയാൻ കാരണം, ബ്രഹ്മാവിന് നഭസ്യമെന്നു പേരായ മാസത്തിൽ ആരോട് ആണ് ആദ്യം സപ്താഹം നടത്തിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ബ്രഹ്മാവിന് കന്നിമാസത്തിൽ ശ്രീഹരി തന്നെ ചതുശ്ലോകി സംയുതമായ ഭാഗവതത്തെ കേൾപ്പിച്ചു. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതാണ് കന്യമാസത്തിലെ ചതുശ്ലോകി ഭാഗവതം. 4 ശ്ലോകങ്ങൾ ഭാഗവതം മുഴുവൻ ഉണ്ടതിൽ. അതിനാൽ ബ്രഹ്മാവിൻ്റെ മോഹം നീങ്ങി. മോഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനർഹമായത്. ശ്രദ്ധിക്കണം, മോഹം എന്ന് പറഞ്ഞാൽ അനർഹമായത്. അർഹമായതൊക്കെ പൂർവ്വജന്മാന്തര കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും പാപത്തെ ക്ഷയിപ്പിക്കാനും പുണ്യത്തെ വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യണം. അതിനാണിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നഭസ്യമാസം സപ്താഹശ്രവണത്തിന് വിശേഷമാണ്. നഭസ്യമാസത്തിൽ ശുക്ലനവമി ദിവസം മുതൽ ആരംഭിച്ച പൗർണമി ദിവസമാണ് അവസാനിപ്പിച്ചത്. അതിനാൽ അതേ മാസത്തിൽ അതേ ദിവസങ്ങളിൽ സപ്താഹയജ്ഞം നടത്തുന്നത് മഹാഫലപ്രദം, വളരെയധികം ഫലം ഉണ്ടാവും. എന്താ പറഞ്ഞത്? കന്നിമാസത്തിൽ ശുക്ലനവമി ദിവസം മുതൽ ആരംഭിച്ചിട്ട് പൗർണമി ദിവസം അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയാൽ അതാത് നാട്ടിൽ ഉള്ള ഒരു 4-5 ആൾക്കാർ കൂടി ഒരു സപ്താഹയജ്ഞം നടത്തുക. എന്തേ വേണ്ടു? മുറി, അവരവരുടെ പൂജാമുറി നന്നായിട്ട് അലങ്കരിക്കുക. പിന്നെ ഈ പറഞ്ഞ കന്നിമാസത്തിലെ ശുക്ലനവമി ദിവസം മുതൽ ആരംഭിച്ച പൗർണമി ദിവസം അവസാനിപ്പിക്കുന്ന കൂട്ടത്തിൽ വായിച്ചത് അവസാനിപ്പിക്കുക. നന്നായിട്ട്
സ്വരശുദ്ധിയോടുകൂടി ധൃതി പിടിക്കാണ്ട് അർത്ഥം അറിയുന്ന ഭാവത്തിൽ വരും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 4-5 ആൾ കൂടി പറഞ്ഞുവല്ലോ, അതിൽ അടുത്ത കൊല്ലം ആ 4-5 ആളുടെ രണ്ടാമത്തെ ആളുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ശ്രേഷ്ഠതായിട്ട് മാറും. ഭൂമിയിൽ തന്നെ വൈകുണ്ഠം സൃഷ്ടിക്കാൻ പറ്റും നമുക്ക്. രണ്ടാമത്തെ സജഷൻ എന്താ? കാർത്തിക മാസം, അത് വൃശ്ചിക മാസം. കാർത്തിക മാസത്തിനാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രീ വ്യാസമുനിയുടെ മനസ്സിന് ശാന്തി സിദ്ധിക്കാതെ വ്യസനിച്ചിരിക്കുമ്പോൾ നാരദമുനി ഭാഗവത സപ്താഹ യജ്ഞത്താൽ വ്യാസരുടെ കഥാമോഹം തീർത്തു. അതും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ വൃശ്ചിക മാസത്തിൽ ഭാഗവത നല്ലതാണെന്ന് പറയാൻ കാരണം. അത് കഴിഞ്ഞിട്ട് അതിനാൽ ആ മാസം ശേഷം മൂന്നാമത്തത് ധനുമാസം. വ്യാസമുനി സ്വപുത്രനായ ശ്രീ ശുഗമുനിക്ക് 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾപ്പിച്ചു. ധനുമാസത്തിലാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ധനുമാസത്തിൽ വ്യാസമുനി സ്വപുത്രനായ ശ്രീ ശുഗമുനിക്ക് 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾപ്പിച്ചത് ധനുമാസത്തിലാണ്. അതിനാൽ ആ മാസം ശ്രേഷ്ഠം. നാലാമത് പറയണു ഒരു ആൾട്ടർനേറ്റീവ് മാഘമാസം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിൽ ശുഗമുനി പരീക്ഷിത്ത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം വായിപ്പിച്ച് കേൾപ്പിച്ചത് കുംഭമാസത്തിൽ ശുക്ലപക്ഷ നവമി മുതൽ പൗർണമാസി വരെയുള്ള 7 ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ മാസം ശ്രേഷ്ഠം. ഇങ്ങനെയാണ് ഈ 4 മാസങ്ങളെ സപ്താഹയജ്ഞത്തിന് വിശേഷമാസങ്ങളായി നിശ്ചയിപ്പാൻ കാരണം പറഞ്ഞു കാണുന്നത്. പിന്നെ പറയണു സർവേ മാസാ ശുഭേ പ്രോക്ത പൗഷ ചൈത്ര വിവർജിത എന്ന് മറ്റൊരിടത്ത് പറഞ്ഞു കാണുന്നതിനാൽ മകരം മേടം എന്ന മാസങ്ങൾ ഒഴികെ എല്ലാ മാസങ്ങളും ശുഭങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നു. മകരമാസവും മേടമാസവും ചെയ്യാറില്ല. ഇതറിയാത്തവരെ മകരമാസവും പിന്നെ മേടമാസവും ചെയ്യുന്നുണ്ടാവും. വിഷു ഹോളിഡേ ആണല്ലോ, ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം മകരത്തിലും മേടത്തിലും 10 ദിവസം അല്ല, ഈ 2 മാസത്തിൽ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇനി 4-മത്തെ ശ്ലോകം പറഞ്ഞു. മാസാനാം വിഗ്രഹേയാനി താനി ത്യാജാനി സർവദാ സഹായശ്ചേതരേ ചാത്ര കർത്തവ്യ സോധ്യമശ്ച യേ മാസാനാം വിഗ്രഹേയാനി താനി ത്യാജ്യാനി സർവദാ സഹായാശ്ചേതരേ ഇതരേ സഹായശ്ച ഇതരേ ച അത്ര കർത്തവ്യാസോദ്യമാശ്ചയേ. ഗ്രഹയുദ്ധങ്ങൾ ഏതേതു മാസങ്ങൾ വരുന്നുവോ ആ മാസങ്ങളെ ഉപേക്ഷിക്കണം. ഇത് പണിക്കരക്കാണ് അറിയാം, ഗണികനാണ് അറിയേണ്ടത്. ഗ്രഹയുദ്ധങ്ങൾ ഏതേതു മാസങ്ങളിൽ വരുന്നുവോ ആ മാസങ്ങളെ ഉപേക്ഷിക്കണം. ഈ സപ്താഹയജ്ഞം സാധിപ്പാൻ ആവശ്യമായ സഹായങ്ങൾ ഉത്സാഹശീലന്മാരായ എല്ലാ ജനങ്ങളും ചെയ്തു കൊടുക്കണം. അവിടെ വിഗ്രഹേയാനി എന്നതിന് പകരം വിപ്രഹേയാനി എന്നൊരു പാഠഭേദം കാണുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും. ഹേയാനി ത്യാജ്യാനി 2 പദങ്ങളും ഒരേ അർത്ഥമായതുകൊണ്ട് വിഗ്രഹേയാനി തന്നെയാണ് സന്ദർഭോചിതം എന്ന് പറയണം. അതങ്ങനെ ടെക്നിക്കാലിറ്റിയൊക്കെ അറിഞ്ഞാൽ നന്ന്. പിന്നെ 5ഉം 6ഉം ശ്ലോകങ്ങളൊപ്പം പോവും. അതെങ്ങനെയാ? ദേശേ ദേശേ തഥാസേയം വാർത്താ പ്രേഷ്യാ പ്രയത്നത ഭവിഷ്യതി കഥാ ച അത്ര ആഗന്തവ്യം കുടുംബിഭി ദൂരേ ഹരികഥാ കേചിൽ ദൂരേ ച അച്യുതകീർത്തനാഃ സ്ത്രിയഃ ശൂദ്രാദയോ യേ ച തേഷാം ബോധോ യഥോ ഭവേത്. ദേശേ ദേശേ തഥാ സ അയം, സേയം എന്ന് പറഞ്ഞാൽ സായം, വാർത്താ പ്രേഷ്യാ പ്രയത്നതാം ഭവിഷ്യതി കഥാ ച അത്ര
ആഗന്തവ്യം കുടുംബിഭി ദൂരേ ഹരികഥാ കേചിൽ ദൂരേ ച അച്യുതകീർത്തനാഃ സ്ത്രിയ ശൂദ്രാദയോ യേ ച തേഷാം ബോധോ യഥോ ഭവേത്. കഥാവൃത്താന്ത പത്രം, അതായത് നോട്ടീസ് എന്നർത്ഥം. കഥാവൃത്താന്ത പത്രം സമീപദേശങ്ങളിലേക്കും സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബന്ധുക്കൾ എന്നിവർക്കും അയക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നാട്ടിൽ ഉള്ളവരേനൊക്കെ അറിയിക്കണം, അടുത്ത ദേശത്ത് അറിയിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ സപ്താഹയജ്ഞം നടത്തുന്ന നാട്ടിലത്തെ സംബന്ധികൾ, അവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരും കൊടുത്തവരൊക്കെ എന്നൊക്കെ അറിയിക്കണം. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ ബന്ധികൾ, സംബന്ധികൾ എന്നിവർക്കും അയക്കണം. എല്ലാ ദേശങ്ങളിലും ഈ വിവരം അറിയിപ്പാൻ പ്രയത്നിക്കണം. ഇവിടെ എന്താ അതിൽ എഴുതേണ്ടത്? ഇവിടെ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കഥ നടത്തുവാൻ പോകുന്നു, കുടുംബസഹിതം വരണം എന്ന് എഴുതി അയച്ച് ക്ഷണിക്കണം. എന്തിനായിട്ട് ക്ഷണിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയിച്ചാൽ തന്നെ ധാരാളമായില്ലയോ എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ചിലർക്ക് ഹരികഥ കേൾപ്പാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അങ്ങനത്തവരെ ക്ഷണിച്ചു വരുത്തന്നെ വേണമെന്നർത്ഥം. മറ്റു ചിലർക്ക് അച്യുതനാമകീർത്തനത്തിൽ ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ ക്ഷണിച്ചവരെ ബഹുമാനിച്ചിട്ടെങ്കിലും അവർ വന്ന് ഇത് കേൾക്കാൻ സന്ദർഭം കിട്ടിയാൽ, കാരണമായാൽ അത് ഇൻഡയറക്റ്റായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നതായിട്ട് വരും. സ്ത്രീകൾ, ശൂദ്രന്മാർ മുതലായവർ ഈശ്വര ഭജന വിമുഖന്മാരായിരിക്കും. സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതരായിട്ട്. പിന്നെ ശൂദ്രന്മാർ ആരാ? ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജാതിയല്ല. ആരൊക്കെയാണ് ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ കൂട്ടരെ സേവ ചെയ്യണത്, അവരുടെ നിത്യവൃത്തികൾക്ക് ആധാരമാകുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നവർ, അല്ലാണ്ട് അവർ തൊഴാൻ പാടില്ലാത്തവരല്ല. ഒരു വിപ്രന് തൻ്റെ വിപ്രത്വം നടത്താൻ വേണ്ടി സഹായിക്കുന്നവർ, സേവ ചെയ്യുന്നവർ. ഇത് മനസ്സിലാക്കാണ്ട് യോനിജന്മാരാന്ന് വിചാരിക്കാനാണ് തെറ്റുപറ്റിയത്. അപ്പോൾ ശൂദ്രന്മാർ മുതലായവർ ഈശ്വര ഭജന വിമുഖന്മാരായിരിക്കും. കാരണം എന്താ? അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇവരെ എല്ലാം സാദരം ക്ഷണിച്ചു വരുത്തി, ആദരവോടുകൂടി ശൂദ്രന്മാരെയും സ്ത്രീകളെയും ക്ഷണിച്ചു വരുത്തി കേൾപ്പിക്കുന്നത് കൊണ്ട് അവർക്കും ആത്മബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പ്രതിബദ്ധരാണ് എന്നുള്ളത് എത്ര ആൾക്കറിയാം? എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമെന്നുള്ള ബുദ്ധി സപ്താഹയജ്ഞകർത്താക്കൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാ സമുദായത്തിലുള്ള എല്ലാ വിഭാഗക്കാർക്കും മുക്തി ഉണ്ടാവണം. അതിന് സപ്താഹയജ്ഞകർത്താക്കൾക്ക് താല്പര്യം ഉണ്ടാവണം. അതിനാൽ ക്ഷണിച്ചു വരുത്തുക തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 5ഉം 6ഉം കഴിഞ്ഞിട്ട് പറയണു. 7ാമത്തെ ശ്ലോകം. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാ കീർത്തനോത്സുകാഃ തേഷേവ പത്രം പ്രേഷ്യം ച തല്ലേഖനമിധീരിതം. എന്താണ്? ദേശേ ദേശേ വിരക്തായേ ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാ കീർത്തനോത്സുകാ തേഷ്വേവ പത്രം പ്രേഷ്യം ച തല്ലേഖനമിധീരിതം. എന്താണർത്ഥം? ദേശം തോറും ഏതേത് ജനങ്ങൾ വിഷയവിരക്തന്മാരും ഹരികഥാ സങ്കീർത്തന ശ്രവണാദികളിൽ താല്പര്യമുള്ളവരുമായിരിക്കുന്നവരോ അവർക്കും പത്രം അയക്കണം. പത്രവാചകരീതി താഴെ പറയുന്ന പോലെ ഇപ്രകാരമായിരിക്കണം. അപ്പോൾ ഇതിൽ ഒരു തമാശയുണ്ട്. എന്താ തമാശ? സീരിയസ് ഒമിഷൻ എന്നാണ് പറയാം. സീരിയസ് ഒമിഷൻ. ഒരു രാജ്യത്ത്, ഒരു ദേശത്തൊരു സപ്താഹയജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വിരക്തന്മാരുണ്ടാവും. എന്താ വിരക്തന്മാർ?
വിഷയങ്ങളിൽ ആഗ്രഹമില്ലാണ്ട് ഈശ്വരനെ ഉപാസിക്കുന്ന ആൾക്കാർ, അവരാണ് വൈഷ്ണവന്മാർ. അവരെ പ്രത്യേകം വിളിക്കാൻ മറക്കാൻ പാടില്ല. അവരെ വിളിക്കാണ്ട് ആദരിക്കാതെ കണ്ട് സപ്താഹയജ്ഞം നടത്തിയാൽ ഫലവുമില്ല. ഇപ്പോൾ ചിലവർക്ക് ചില തെറ്റിദ്ധാരണകൾ കാരണം ഒരു ദേശത്ത് ചിലപ്പോൾ ഭാഗവതം അറിയുന്ന ആൾക്കാരുണ്ടാവും. അവർ വിളിക്കണ്ട, യജ്ഞത്തിന് വിളിക്കാം. അവരെ ആചാര്യന്മാരാക്കിയിട്ടില്ലെങ്കിലും അവരെ യജ്ഞത്തിന് ക്ഷണിക്കണം. അതവർ ചെയ്തില്ലെങ്കിൽ ഈ ആചാര്യനല്ല കുഴപ്പം ആരുക ഈ സപ്താഹം നടത്തുന്ന കാര്യകർത്താക്കൾക്ക് മൈനസ് മാർക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ആവശ്യം പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ദേശം തോറും ഏതേത് ജനങ്ങൾ വിഷയവിരക്തരും ഹരികഥാ സങ്കീർത്തന ശ്രവണാദികൾ താല്പര്യമുള്ളവരുമായിരിക്കുന്നുവോ അവർക്കും പത്രം അയക്കണം. ആ പത്രവാചക രീതി ഇപ്രകാരമായിരിക്കണം. അപ്പോൾ 8, 9, 10, 11 4 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് പോണത്. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപൈ വാ കഥാച അത്ര ഭവിഷ്യതി. ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാഃ ഭവന്തശ്ച തഥാ ശീഘ്രം ആയാത പ്രേമതൽപരാഃ. ന അവകാശ കഥാചിച്ഛേദിനമാത്രം തഥാപിതു സർവഥാ ആഗമനം കാര്യം ക്ഷണോ അത്രൈവ സുദുർലഭ. ഏവം ആകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കെ സപ്താഹം നടത്തുന്നവർക്ക്. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപൈ വാ തഥാ ച അത്ര ഭവിഷ്യതി. ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാഃ ഭവന്തശ്ച തഥാ ശീഘ്രം ആയാത പ്രേമതൽപരാഃ. ന അവകാശ കഥാചിച്ഛേദിനമാത്രം തഥാപിതു സർവഥാ ആഗമനം കാര്യം ക്ഷണോ അത്രൈവ സുദുർലഭ. ഏവം ആകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. എന്താ അതിനർത്ഥം പറയാ? ഇവിടെ സജ്ജന സമ്മേളനമുണ്ടാവാൻ നിശ്ചയിച്ചിരിക്കുന്നു. സജ്ജന സമ്മേളനം ഭാഗവത സപ്താഹയജ്ഞം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ഒരു സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നു. 7 ദിവസം ഉണ്ടാകും. ഇമാതിരി സമാജം ഏറ്റവും ദുർലഭമാണ്. അന്നത്തെ കാലത്ത് തന്നെ അറിയാം, ദുർലഭമാണ്. ആ സമാജത്തിൽ അപൂർവ രസസ്വരൂപമായ കഥാപ്രസംഗമുണ്ടാകും. എല്ലാ സ്ഥലത്തും കിട്ടാത്തതായ അനുഭവ അപൂർവ രസസ്വരൂപമായ കഥാപ്രസംഗമുണ്ടാവും. ശ്രീ ഭാഗവത കഥാരൂപമായ അമൃതത്തെ പാനം ചെയ്യുവാൻ രസികന്മാരായ നിങ്ങൾ പ്രേമത്തോടും കഥാവിഷയത്തിൽ താല്പര്യത്തോടും കൂടെ ശീഘ്രം ആഗമിക്കണം. നിങ്ങൾ വരാതെണ്ടിരിക്കരുത്, പുറപ്പെടണം. സംഗതി വശാൽ 7 ദിവസം ഇവിടെ ഇരിപ്പാൻ സാധിക്കാത്ത വിധം കാര്യത്തിരക്കുണ്ടായിരിക്കുമെങ്കിൽ 1 ദിവസമെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടുവാനായി വരണം. ഒരു കാരണത്താലും വരാതിരിക്കരുത്. ഇമാതിരി അവസരം ദുർലഭമായിരിക്കും. ഇതാണ് നോട്ടീസിലുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ക്ഷണപത്രം. അവിടെ വന്നു ചേർന്നവർക്കെല്ലാം വാസസ്ഥലങ്ങളെയും മറ്റും സൗകര്യങ്ങളെയും കാലേ കൂട്ടി തന്നെ ഏർപ്പാട് ചെയ്യണം. കുറച്ച് ആൾക്കാർ അതിനാണ് NB വരുന്നുണ്ട് ഇല്ല എന്നുള്ളത് അറിയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് താമസ സൗകര്യം അറേഞ്ച് ചെയ്യണമെന്നാണ്. അതിനടുത്ത ശ്ലോകം 12. തീർത്ഥേ വാപി വനേ വാപി ഗൃഹേ വാ ശ്രവണം മതം വിശാലാവസുതായത്ര കർത്തവ്യം സത്കഥാസ്ഥലം. തീർത്ഥേ വാ അഭി വനേ വാ അഭി ഗൃഹേ വാ ശ്രവണം മതം വിശാലാവസുധായത്ര കർത്തവ്യം സത്കഥാസ്ഥലം. ഇത് എവിടെ വെച്ച് നടത്തണം?
എന്നൊരു തീരുമാനം വേണം. പുഷ്കരാദി പ്രസിദ്ധ തീർത്ഥങ്ങളിലോ വൃന്ദാവനാദി സുപ്രസിദ്ധ കാടുകളിലോ സ്വന്തം ഗൃഹത്തിലോ സപ്താഹയജ്ഞവും തശ്രവണവും ആവാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പുഷ്കരാദി പ്രസിദ്ധ സ്ഥലങ്ങളിൽ, അതായത് തീർത്ഥസ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നദിയോരങ്ങളാവാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് തടാക തീരങ്ങളിലാവാം. അതായത് വെള്ളം ഒരു അനിഷേധ്യ വിഷയമാണല്ലോ. ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധിയൊക്കെ ഉണ്ടാവാൻ. അപ്പോൾ അങ്ങനെ പ്രസിദ്ധ തീർത്ഥസ്ഥലങ്ങളിലാവാം, വൃന്ദാവനാദി സുപ്രസിദ്ധ കാടുകളിലാവാം, സ്വന്തം ഗൃഹത്തിലാവാം, സപ്താഹയജ്ഞവും ശ്രവണവും ആവാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കഥാപ്രസംഗത്തിനായി തീർച്ചപ്പെടുത്തുന്ന സ്ഥലം വിശാലമായിരിക്കണം. എത്ര ആൾക്കാർ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. അടുത്ത ശ്ലോകം 13. ശോധനം മാർജനം ഭൂമിർലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരം ഉദ്ധൃത്യ ഗൃഹകോണേ നിവേശയേത്. എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ശോധനം മാർജനം ഭൂമിർലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയത്. വെറുതെ സ്ഥലം അടിച്ചു വാരി നേരാക്കാതെ കണ്ട് ഒരു നിലത്ത് വിരിക്കുന്ന എന്തെങ്കിലും തുണി വിരിച്ചിട്ട് അങ്ങനെ ആവരുത്. പിന്നെയോ കഥാപ്രസംഗം നടത്തുന്ന സ്ഥാനം വേണ്ടതുപോലെ ശോധന ചെയ്യണം. ശോധന ചെയ്യാന്ന് പരീക്ഷിക്കണം. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ശുദ്ധി വരുത്തണം. അത് പുല്ലൊക്കെ ചെത്തി വെള്ളം തളിച്ച് ശുദ്ധി ചെയ്യണം. അതായത് പഞ്ചഗവ്യാദി കൊണ്ടെന്നാ. എന്താ പഞ്ചഗവ്യം? അതായത് പശുവിൻ്റെ മൂത്രം, ചാണകം, പാല്, തൈര്, നെയ്യ്, ഈ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി വരുത്തണം സ്ഥലം. ഗോമയം തേച്ച് നന്നാക്കണം. അത് ചാണകം മെഴുകി നന്നാക്കണം. അതാണ് പറഞ്ഞത് പേരിനെങ്കിലും. ഗൈരികാദികൾ കൊണ്ട് കോലമിട്ടിരിക്കണം. ഗൈരികാദികൾ കൊണ്ട് കോലമിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൃഹത്തിലുള്ള കട്ടില്, പീഠം, അമ്മിക്കല്ല് മുതലായ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കരുത്. കട്ടിലിലിരുന്ന് കേൾക്കുക, പീഠത്തിലിരുന്ന് കേൾക്കുക, അതൊന്നും പാടില്ല. അമ്മിക്കല്ല് അതൊക്കെ മാറ്റണം, അവിടെ ഉണ്ടായിരിക്കരുത്. അതെല്ലാം ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് ഗൃഹത്തിൻ്റെ ഒരു മുക്കിലായിട്ട് വയ്ക്കണം. ധാരാളം സ്പേസ് ഉണ്ടാവണം എന്നർത്ഥം. 14-ാമത്തെ ശ്ലോകം. അർവാക് പഞ്ചാഹതോ യത്നാത് അസ്തരാണി പ്രമേളയേത് കർത്തവ്യോ മണ്ഡപ പ്രോച്ചൈ കദളീ ഷണ്ഡമണ്ഡിതഃ. അർവാക് പഞ്ചാഹതോ യത്നാത് അസ്തരാണി പ്രമേളയേത് കർത്തവ്യോ മണ്ഡപ പ്രോച്ചൈ കദളീ ഷണ്ഡമണ്ഡിതഃ. എന്താ പറഞ്ഞത്? 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ഇരിപ്പാനുള്ള പായ മുതലായവ ശേഖരിച്ച് വെച്ച് സമയത്തിൽ ഭൂമിയിൽ വിരിക്കണം. ആൾക്കാർ വരുന്നതിൻ്റെ മുമ്പേ അവരെ സ്വീകരിക്കാൻ പായൊക്കെ വിരിച്ചിരിക്കണം. ഉന്നതമായൊരു മണ്ഡപം നിർമ്മിച്ച് കുഴവാളകൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കണം. എന്തിനാ? അതിനാണ് യജ്ഞവേദി എന്ന് പറയാം. വാഴകൾ വെച്ച് അലങ്കരിക്കണം. ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും, പിന്നെ പൂമാലകൾ അലങ്കരിക്കാം. പിന്നെ എന്താണ് പേര് പറയുക, കുരുത്തോല വേണം. അത് 2-3 ദിവസം കൂടുമ്പോൾ മാറ്റണം, കുരുത്തോല മാറ്റണം. അപ്പോൾ അതാണ് പറഞ്ഞത്. സ്വന്തം മകളുടെ വിവാഹം എത്ര ആർഭാടത്തോടു കൂടി നടത്തണം. ആ ആർഭാടം എന്തിലായിരിക്കണം? നല്ല വസ്തുക്കളിലാവണം. ദിവസേന കുരുത്തോല മാറ്റാൻ പറ്റുമോ? പൂമാല മാറ്റാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. എന്നിട്ട് 15-ാമത്തെ ഫലപുഷ്പദളേർ വിശ്വ
വിധാനേന വിരാജിത ചതുർദിക്ഷു ധ്വജാരോപോ ബഹുസമ്പദ് വിരാജിതാം ഫലപുഷ്പദളൈർവിശ്വ വിധാനേന വിരാജിതാം ചതുർദിഷു ധ്വജാരോപോ ബഹുസമ്പദ് വിരാജിത. വിശേഷ ഫലങ്ങൾ, ഈ അടയ്ക്ക, പഴുത്തടയ്ക്ക കെട്ടി തൂക്കും, വിശേഷ ഫലങ്ങൾ. പിന്നെ ഈ ചെന്തങ്ങ്, അതിൻ്റെ തേങ്ങകൾ ഒക്കെ ആവാം. പിന്നെ ഇടിച്ചക്ക, മാങ്ങ, ആപ്പിളൊക്കെ കെട്ടി തൂക്കാം. വിശേഷ പുഷ്പങ്ങൾ, ദളങ്ങൾ എന്നിവ കൊണ്ട് വിധാനിച്ച് ശോഭ വരുത്തണം. 4 ഭാഗങ്ങളിലും വളരെ വിലപിടിച്ച ഭംഗിയുള്ള വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് വിളങ്ങുന്ന ധ്വജങ്ങൾ ഉണ്ടാക്കണം, കൊടി പാർക്കണം. അത് കഴിഞ്ഞിട്ട് 16ാമത്തെ ശ്ലോകം. ഊർധ്വം സപ്തൈവ ലോകാംശ്ച കൽപ്പനീയാ സുവിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയാ പ്രബോധ്യ ച. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയ സുവിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയ പ്രബോധ്യ ച. എന്താ? ആ സപ്താഹയജ്ഞം നടത്തുന്ന സ്ഥലത്തിൻ്റെ ഊർധ്വഭാഗത്തിൽ, കിഴക്ക് ഭാഗത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ദൂരാദികളായ സപ്തലോകങ്ങളെ കൽപ്പിക്കണം. അതായത് മുകളിലെന്ന് പറയാം, ഈ പന്തലിൻ്റെ താഴെ നമ്മുടെ ഈ ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ മേലെ ഊർധ്വഭാഗം. സപ്താഹയജ്ഞം നടത്തുന്ന സ്ഥലത്തിൻ്റെ ഊർധ്വഭാഗത്തിൽ ഭൂരാദികളായ സപ്തലോകങ്ങളെ കൽപ്പിക്കണം. വായിക്കുന്ന മഹാന് ഇരിപ്പാൻ ദിവ്യമായ ആസനത്തെ കൽപ്പിക്കണം, അതായത് പൗരാണികന്. അപ്പോൾ ഏറ്റവും മേലെ ഉപചാരമൂർത്തി, അതിൻ്റെ താഴെ ആചാര്യൻ, അതിൻ്റെ താഴെ ആയിരിക്കണം ആര്? പൗരാണികർ, വായിക്കുന്ന ആൾക്കാർ. വായിക്കുന്നവരും ആചാര്യനും ഒരേ ലെവലിലാവരുത്. അതൊക്കെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്, സാരമില്ല. അപ്പോൾ സാരമില്ല വെച്ചാൽ എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ അയാൾക്ക് എന്താ 2 കൊമ്പുണ്ടോ ചോദിക്കരുത്. അയാൾക്ക് കൊമ്പുണ്ട്, ഭഗവാൻ കൊടുത്തിട്ടുണ്ട് 2 കൊമ്പ്. വേണമെങ്കിൽ 3 കൊമ്പ് എന്ന് പറയാം. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, വായിക്കുന്ന മഹാൻ ഇരിപ്പാൻ ദിവ്യമായ ആസനത്തെ സ്ഥാപിക്കണം. ലോകങ്ങളെ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താ? അവിടെ ഇരുന്ന് വായിക്കുന്ന ആളും കേൾക്കുന്നവരും സപ്തലോകങ്ങളെ ഭൂമിയുടെ ഉപരിയായിട്ട് ഭാവിക്കുകയും അവിടെ വസിക്കുന്ന ദേവന്മാരെ ആ സ്ഥലത്തിൽ സന്നിഹിതരാന്മാരായിട്ട് തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൃഢമായി പ്രാർത്ഥിക്കുകയും വേണം. ഈ യജ്ഞശാലയുടെ ഉപരിഭാഗത്ത് 7 ലോകങ്ങളുണ്ട്. ദേവന്മാരും കിന്നരന്മാരും സിദ്ധന്മാരും ഋഷിഗണങ്ങളൊക്കെ സൂക്ഷ്മദശയിലുണ്ട്. ഇതിപ്പോൾ ആർക്കറിയാം? പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചില ചുമതലകളുണ്ട് എന്നർത്ഥം. അനുഗ്രഹം അവരാണ് അനുഗ്രഹിക്കുന്നത്. കാരണം അവരിത് കേട്ടിട്ട് അവർ അനുഗ്രഹിക്കാം. കണ്ടാലേ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞവരിത് കേൾക്കാനും പറ്റില്ല. ഭഗവാൻ നിരാകാരനാണ്, പ്രാണസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്, ഭക്തവത്സലനാണ്. അങ്ങനെ രൂപം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. ഇത് പ്രേമസ്വരൂപനാട്ടോ പറ്റില്ല. അത് ആസ് ഇറ്റ് ഈസ് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. ഇമാജിനേഷൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് n ഈസ് ഈക്വൽ ടു 0 PNR/100 മാത്തമാറ്റിക്സിൽ പറയും. അപ്പോൾ പറഞ്ഞു തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൃഢമായി പ്രാർത്ഥിക്കുകയും വേണമെന്ന് ബോധിപ്പിക്കുവാനാകുന്നു. ആ ലോകങ്ങളിലിരിക്കുന്ന ജ്ഞാനികളും വിരക്തന്മാരുമായ ബ്രാഹ്മണരെ നേരിട്ട് കാണുന്നതായി ഭാവിച്ചിട്ട്, ബ്രാഹ്മണശ്രേഷ്ഠർ, ദേവന്മാർ, ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യമായിട്ട്, ഹേ ഭഗവാന്മാരെ, അവരെ സല്യൂട്ട് ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിപ്പാനായി ഇവിടെ സന്നിഹിതന്മാരാകണമെന്ന് പ്രാർത്ഥിക്കുകയും അവരവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും വേണം. ഇതൊന്നുമില്ലാതെ കണ്ട് ഒരു മൈക്കും ഒരു സ്റ്റേജും ആയാൽ സപ്താഹം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും വേണം.
അത് ആചാര്യന്മാർക്ക് അറിയണമെങ്കിൽ അവർ ഈ മഹാത്മ്യം വായിച്ച് പഠിക്കണം. എന്നിട്ട് അവർ നിർബന്ധിക്കണം കമ്മിറ്റിക്കാർ, ഇങ്ങനെയൊക്കെ ചിലതുണ്ട് കേട്ടോ എന്ന് പറയണം. ഇനി 17ാമത്തെ ശ്ലോകം. പൂർവം തേഷാം ആസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. പൂർവം തേഷാം ആസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ച അഭി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. ഇനി ആർക്കാ പീഠം നിർത്തേണ്ടത്? ആ സദസ്സിൽ ശ്രോതാക്കന്മാരായി വന്നിരിക്കുന്ന സുപ്രസിദ്ധന്മാരും സുവിരക്തന്മാരുമായ ബ്രാഹ്മണർക്ക് യോഗ്യതാനുസരണം മുൻഭാഗത്തിൽ ഇരിപ്പിടങ്ങളെ സമർപ്പിച്ചിരുത്തണം. അപ്പോൾ അവിടെ പ്രധാനികളാരാ? വിരക്തന്മാർ, പിന്നെ ഭക്തന്മാർ. അവരേനെ പ്രത്യേകിച്ച് വിളിച്ചിരുത്തി ബഹുമാനിക്കണം. ബ്രാഹ്മണർ യജ്ഞശാലയിലേക്ക് കയറി വരുമ്പോൾ അവരെ ബഹുമാനിക്കണം. യോഗ്യതാനുസരണം മുൻഭാഗത്തിലിരുത്തി സമർപ്പിക്കണമെന്നാണ്. വാചക മഹാശയൻ, വക്താവ് വാചക മഹാശയൻ എന്നാണ് ഈ യജ്ഞ ആചാര്യൻ്റെ വാചക മഹാശയനും സർവോത്തമമായ ആസനം സർവോപരി കൽപ്പിക്കണം. പ്രസംഗവശാൽ വക്താവിനും ശ്രോതാക്കൾക്കും ഉണ്ടായിരിക്കേണ്ടതായ ഗുണങ്ങളെ പറയാം എന്ന് പറയണം. അത് ശ്ലോകമല്ല, ഒരു പ്രമാണം പറഞ്ഞറിയിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? വക്താ വാചനമാസവിത് വ്യാസസമാസവിത് പ്രിയകഥ പ്രസ്താവവിൽ സത്യവാക്ക് സന്ദേഹച്ചിതശേഷ ശാസ്ത്രകുശലോ ന ആഖ്യാന വിച്ഛേദകൃത് അവ്യംഗോ ജനരഞ്ജകോ ജിത സഭോ ന അഹങ്കൃതോ ധാർമ്മിക സന്തോഷീതി ചതുർദശോത്തമഗുണ വക്തു പ്രണീത ഇമേ. കഥ പറയുന്ന ആൾ ആചാര്യൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വാചക മഹാശയന് ഈ 14 ഉത്തമ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? വാഗ്മിയായിരിക്കണം. ഭാഗവതത്തിൽ വ്യാസഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന പദങ്ങളുടെ അഭിപ്രായം അറിയണം. പ്രേമം ജനിപ്പിക്കത്തക്ക വിധം കഥകളെ പറയുവാൻ അറിയുന്നവനായിരിക്കണം. സമയോചിതമായ പ്രസംഗത്തെ നടത്തുന്നതിൽ വിവരമുള്ളവനുമായിരിക്കണം. സത്യം പറയുന്നവനായിരിക്കണം. സംശയം തീർത്തു പറയുന്നവനായിരിക്കണം. അതാണ് എനിക്ക് കൺവിൻസ് ആവാത്തത് ഞാൻ പറയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ സംശയം തീർത്തു പറയുന്നവനും എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനായിരിക്കണം. കഥാവിശ്ചത്തി വരുത്താത്തവൻ എന്ന് പറഞ്ഞാൽ കഥയുടെ ആന്തരിക അർത്ഥത്തെ നശിപ്പിക്കുന്ന മാതിരി ആവരുത്. അംഗവൈകല്യമില്ലാത്തവനായിരിക്കണം. ഇത് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതറിയില്ല. അപ്പോൾ അംഗവൈകല്യ ആൾക്കാരെ പ്രഭാഷണം ചെയ്യരുത്. എന്ത് മനുഷ്യത്വമില്ലാത്ത കാര്യം രാജേട്ടാ പറയണമെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? വ്യാസഭഗവാൻ. അപ്പോൾ അംഗവൈകല്യമില്ലാത്തവനും ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നവനും, ജനങ്ങളെ രഞ്ജിപ്പിക്കുക, കൂട്ടി നിർത്തുക, സഭയെ ആകർഷിപ്പാൻ അറിയുന്നവനും, സജ്ജനങ്ങളെ ആകർഷിക്കാൻ അറിയുന്നവനും, അഹംഭാവഹീനനും, അഹംഭാവം തീരുണ്ടാവാൻ പാടില്ല, ധർമ്മിഷ്ഠനും സന്തോഷ സ്വഭാവമുള്ളവനുമായിരിക്കണം എന്നാണ്. സന്തോഷ സ്വഭാവം ഉള്ളവനുമായിരിക്കണം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആചാര്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ശ്രോതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. മഴ തിമിർത്ത് പെയ്യാണ്, അതുകൊണ്ടത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.